ഇനി മറ്റൊന്നാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതൊക്കെ വെളിപ്പാട് 13 നിഷ്പക്ഷമായി വായിക്കുന്ന ഒരാൾക്ക് മൃഗം സംസാരിച്ചു, പ്രതിമ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് പണ്ട് വലിയ തമാശയായിട്ട് തോന്നി. ഇന്നത് എത്ര ആധികാരികമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം, അങ്ങ് കണ്ടിട്ടുണ്ടാകും, ഒരു മതേതര ചാനലിൽ 2 സുഹൃത്തുക്കൾ ഇരുന്നു കൊണ്ട് ബൈബിൾ സംഭവങ്ങൾ, അക്രൈസ്തവരായ 2 പേര് സംസാരിക്കും. അവർ ഇത്രയും പഠിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. മനസ്സിലായില്ലേ? അത്തരത്തിൽ ലോകം ചർച്ച ചെയ്യുന്ന വേറെ എന്ത് ആധ്യാത്മിക ഗ്രന്ഥമുണ്ട്? അപ്പോൾ സമകാലിക സംഭവങ്ങളെ വായിച്ചെടുക്കാൻ പാകത്തിന് ഈ ഗ്രന്ഥം, ഇതൊക്കെ എഴുതുന്ന കാലം ന്യൂ ടെസ്റ്റ്മെന്റ് കാലം പോലും അല്ല. പണ്ട് യേശു ജനിക്കുന്നതിന്റെ 1000 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പറയുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതാണ് ഇത് എന്ന് ഉറപ്പിച്ച് സ്ഥാപിക്കാൻ കഴിയത്തക്ക വിധം പുനരാഗമന സത്യങ്ങൾക്ക് നിരവധി വസ്തുതകൾ. ഇനി ഏകലോക ഗവൺമെന്റ് എന്നൊരാശയം ഇനി നമ്മുടെ കൺമുമ്പിൽ കാണാം. ഞാനൊരു 15 വർഷമൊക്കെ മുമ്പ് പ്രസംഗിച്ച പല വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മുടെ കൺമുമ്പിൽ കാണാം പാസ്പോർട്ട് ഒന്നും ആവശ്യമില്ലാത്തൊരു രാജ്യം. ഈ കൈ മാത്രം വെച്ചു കൊടുത്താൽ ഏത് രാജ്യത്തും പോകാം. ഇനി വിരലില്ലാത്തവന് വേറെ സമ്പ്രദായങ്ങൾ, ശരീരഭാഗം എവിടെങ്കിലും കൊണ്ട് നമുക്ക് യാത്ര സുഗമമാകുന്ന, ബാങ്കിങ് സുഗമമാകുന്ന ഡിജിറ്റൽ യുഗത്തിലേക്ക് ലോകം പോകുമെന്ന് യോഹന്നാൻ എന്ന മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പഠിപ്പില്ലാത്തവനും സാമാന്യ മനുഷ്യനും എന്നാണ്, അല്ലേ? പക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ ഗണിത ചിന്ത എന്നെ അത്ഭുതപ്പെടുത്തി. 7 മുദ്ര, 7 കാഹളം, 7 കലശം, 7 നൂതനങ്ങൾ, പിന്നെ 1200 നാഴികയുടെ സമചതുരം, ഒരു പിരമിഡൊക്കെ ആ മനസ്സിൽ വരച്ചിട്ട് പെട്ടെന്ന് അത് രൂപീകരിക്കുന്ന ഒരു വയോവൃദ്ധൻ. പ്രായം 85 വയസ്സാണ്. ആ 85 വയസ്സിന്റെ ക്ഷീണമല്ലതല്ലാതെ ഓർമ്മയിൽ നിന്ന് പിൽക്കാലത്ത് എപ്പസോസിൽ വന്നതിൽ എഴുതുകയാണ്. പത്മോസിലെ ഏകാന്തതയ്ക്കകത്ത് വെച്ചാൽ എഴുതുന്നത് കാലം കഴിഞ്ഞാണ്. ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് ഇത് എഴുതത്തക്ക വിധം ആത്മനിറവിനാൽ രചിച്ച ഗ്രന്ഥമാണ് ബൈബിള്. അതുകൊണ്ട് ആർക്കും അതിന് നിഷ്പക്ഷ ബുദ്ധിയുള്ള ഒരാൾക്കും സെക്കൻഡ് കമ്മിങ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ബൈബിളിലെ പ്രവചനങ്ങളുടെ സ്വഭാവം പറഞ്ഞ് ഇങ്ങനെ നിർത്തുക കർത്താവ്, സമയമെടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര ഇടരുത്, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. അതാണ് നമ്മുടെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. വിശ്വാസം ഇല്ലാത്തവനും വായിക്കാം, വിമർശിക്കാൻ വായിക്കാം. വിമർശിക്കാൻ അത് വായിച്ചിട്ടൊരുത്തൻ വിമർശിച്ചു എന്ന് കരുതി അവന്റെ തലയെറുക്കത്തൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഫ്രീ വില്ല് തന്നിട്ട് അഴുക്കാടുന്നവൻ ഇനിയും ആയിക്കൊള്ളട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, 2 പ്രോത്സാഹനമാണ്. അവിടെ നിഷ്പക്ഷതയുടെ ഒരു ബോധം നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചിട്ട് പുനരാഗമനം സത്യം എന്ന് പറഞ്ഞിട്ട് പറയുക, വരികയെന്ന് ആത്മാവും സഭയും പറയട്ടെ.